സുഹൃത്തുക്കളെ, ഒന്ന് ആലോചിച്ചു നോക്കിയേ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കാട്ടിക്കൂട്ടുന്ന ഏറ്റവും വലിയ അബദ്ധമെന്താണെന്നോ? നമുക്ക് എന്തെങ്കിലും ഒരു കഷ്ടപ്പാട് വന്നാലോ അല്ലെങ്കിൽ ഒരു സങ്കടം വന്നാലോ നമ്മൾ ഉടനെ അതിന്റെ കുറ്റം പുറത്തുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കും. ചിലർ പറയും, എന്റെ സാഹചര്യം മോശമാണ്. വേറെ ചിലർ പറയും, എന്നെ സഹായിക്കാൻ ആരുമില്ല. ചിലരാണെങ്കിൽ വിധിയെ പഴിക്കും. മറ്റു ചിലർ ഈ ലോകത്തെ മൊത്തം അങ്ങോട്ട് കുറ്റപ്പെടുത്തും. പക്ഷേ പച്ചയായ സത്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ പോരാട്ടം പുറം ലോകത്തോടല്ല, മറിച്ച് നമ്മുടെ സ്വന്തം ഉള്ളിനോട് തന്നെയാണ്. നമ്മുടെ ഉള്ളിലെ ആ ഒരവസ്ഥ മാറാതെ പുറത്തെ സാഹചര്യങ്ങൾ ഒരിക്കലും മാറാൻ പോകുന്നില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരേ കഷ്ടപ്പാടിൽ അകപ്പെടുന്ന രണ്ടുപേർ, അതിൽ ഒരാൾ ആകെ തകർന്ന് തരിപ്പണമായി പോകും. പക്ഷേ രണ്ടാമത്തെയാൾ അതിൽ നിന്നൊക്കെ ഊർജ്ജം ഉൾക്കൊണ്ട് കൂടുതൽ കരുത്തനായി പുറത്തുവരും. ഇവിടെ വ്യത്യാസം ആ സാഹചര്യത്തിനല്ല, മറിച്ച് അവരുടെ മനസ്സിന്റെ ആ ഒരു ഉറപ്പിനാണ്. നല്ലൊരു കൊടുങ്കാറ്റ് വീശുമ്പോൾ വേരുകൾ മണ്ണിൽ ആഴ്ന്നിറങ്ങിയ മരം മാത്രമേ വീഴാതെ പിടിച്ചു നിൽക്കൂ. നമ്മുടെ മനസ്സിന്റെ കാര്യവും ഇതുതന്നെയാണ്. മനസ്സ് അതിന്റെ വേരുകളിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ എത്ര വലിയ പ്രതിസന്ധി വന്നാലും നമ്മളെ തളർത്താൻ കഴിയില്ല. എന്നാൽ മനസ്സ് എപ്പോഴും ഇങ്ങനെ ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ചിലപ്പോൾ ദേഷ്യത്തിൽ, ചിലപ്പോൾ പേടിയിൽ, മറ്റു ചിലപ്പോൾ വെറുതെ ഒരു ആധിയിൽ, പിന്നെ പുറത്തുള്ള ഒരു സന്തോഷത്തിനും നിങ്ങളുടെ ഉള്ളിലേക്ക് വരാൻ കഴിയില്ല. സമാധാനം തേടി നമ്മളെല്ലാവരും ഇങ്ങനെ നെട്ടോട്ടം ഓടുകയാണ്. ചിലർ അത് പണത്തിൽ തിരയുന്നു, ചിലർ ബന്ധങ്ങളിൽ, മറ്റു ചിലർ പേരും പ്രശസ്തിയും കിട്ടിയാൽ സമാധാനം കിട്ടുമെന്ന് കരുതുന്നു. പക്ഷേ ചങ്ങാതിമാരെ, സമാധാനം പുറത്തെവിടെയുമല്ല ഇരിക്കുന്നത്. നമ്മുടെ ഉള്ളിലെ ഈ വെപ്രാളമൊക്കെ ഒന്ന് അടങ്ങുമ്പോൾ മാത്രമേ ശരിക്കുള്ള സന്തോഷമുണ്ടാവൂ. മനസ്സൊന്ന് ശാന്തമായാൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തായ ആ നെഞ്ചമാധാനം തനിയെ നമ്മളെ തേടി വന്നോളൂ. മനസ്സ്, അത് വെറുമൊരു ചെറിയ വാക്കാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ അതിനുള്ള കഴിവ് വളരെ വലുതാണ്. നമ്മളെ കരയിക്കുന്നതും ചിരിപ്പിക്കുന്നതും ഒക്കെ ഈ മനസ്സ് തന്നെയാണ്. ഒരിടത്തു തന്നെ ഇരുന്നുകൊണ്ട് ലോകം മുഴുവൻ നമ്മളെ കറക്കുന്നതും ഇതേ മനസ്സാണ്. ഈ മനസ്സൊന്നടങ്ങിയാൽ നമ്മുടെ ഉള്ളിൽ സമാധാനത്തിന്റെ ഒരു വലിയ കടൽ തന്നെ ഒഴുകാൻ തുടങ്ങും. പക്ഷെ സങ്കടം എന്താണെന്ന് വെച്ചാൽ, നമ്മളിൽ പലർക്കും ഈ മനസ്സിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. ബുദ്ധിയും മനസ്സും ഒന്നാണെന്നാണ് പലരും വിചാരിക്കുന്നത്. എന്നാൽ ഇത് രണ്ടും രണ്ട് ലോകമാണ്. ബുദ്ധി ചിന്തിക്കും, കണക്കുകൂട്ടും, തർക്കിക്കും. പക്ഷേ മനസ്സ് കാര്യങ്ങൾ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സ് പേടിക്കും, മനസ്സ് പ്രതീക്ഷിക്കും. ചിലപ്പോൾ ഒരു കാരണവുമില്ലാതെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞുതിരിയും. ബുദ്ധി ഒരു യന്ത്രം പോലെയാണ്, എന്നാൽ മനസ്സ് ഒരു നേർത്ത സംഗീതം പോലെയാണ്. ചെറിയൊരു കാറ്റടിച്ചാൽ പോലും അത് നിലച്ചുപോയേക്കാം. ഇവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. മനസ്സിനെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയില്ല, പക്ഷേ മനസ്സ് നമ്മളെ ശരിക്കും പിടിച്ചു നിർത്തും. നമ്മൾ മനസ്സിന്റെ അടിമകളാകുന്ന ആ നിമിഷം മുതൽ നമ്മുടെ കഷ്ടപ്പാടുകളും തുടങ്ങും. ചെയ്യാനൊട്ടും താൽപ്പര്യമില്ലാത്ത കാര്യങ്ങൾ മനസ്സ് നിർബന്ധിച്ചതുകൊണ്ട് മാത്രം നിങ്ങൾ ചെയ്തിട്ടില്ലേ? സ്വന്തം ചിന്തകൾ കൊണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും വല്ലാതെ അസ്വസ്ഥരായിട്ടുണ്ടോ? ഞാൻ എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്, എനിക്ക് എന്തിനാണ് ഇങ്ങനെയൊരു തോന്നൽ എന്ന് നിങ്ങൾ സ്വയം ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, ആ അസ്വസ്ഥമായ തിരമാലകൾ നിങ്ങളെ നിങ്ങളിൽ നിന്ന് തന്നെ അകറ്റുകയാണ്. ഇന്നത്തെ ഈ ഓട്ടത്തിനിടയിൽ പുറമേ നമ്മൾ വലിയ പുലിയാണെന്ന് കാണിച്ചേക്കാം, പക്ഷേ ഉള്ളിൽ നമ്മൾ ആകെ തകർന്നു പോയിട്ടുണ്ടാകും. നമ്മുടെ കയ്യിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകാം, പക്ഷേ മനസ്സ് ശാന്തമല്ലെങ്കിൽ ഈ സൗകര്യങ്ങളൊക്കെ വെറും ബഹളമായിട്ട് മാത്രമേ നമുക്ക് തോന്നൂ. മനസ്സിന്റെ അസ്വസ്ഥത നമ്മളെ ചെറിയ കാര്യങ്ങളിൽ പോലും തളർത്തും. ആരോ എന്തോ ഒരു വാക്ക് പറഞ്ഞുവെന്നോർത്ത് നമ്മൾ ദിവസം മുഴുവൻ വിഷമിച്ചിരിക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരാൾ മറുപടി നൽകിയില്ലെങ്കിൽ നമുക്ക് ആകെ വെപ്രാളമാകും. ചെറിയൊരു നഷ്ടം വന്നാൽ പിന്നെ അന്ന് രാത്രി ഉറക്കം കിട്ടില്ല. സുഹൃത്തുക്കളെ, ഇത് സാഹചര്യങ്ങളുടെ തോൽവിയല്ല, നമ്മുടെ മനസ്സിന്റെ ബലഹീനതയാണ്. എന്നാൽ ഇതേ മനസ്സ് ഒന്ന് ശാന്തമായാൽ, ഒന്ന് നമ്മുടെ നിയന്ത്രണത്തിലായാൽ, പിന്നെ നമ്മളെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല. ഇന്ന് നിങ്ങളെ കരയിക്കുന്ന ഇതേ മനസ്സുണ്ടല്ലോ, അതുതന്നെയാകും നാളെ നിങ്ങളെ ചിരിപ്പിക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങളെ തളർത്തുന്ന ഈ മനസ്സ് നാളെ നിങ്ങളെ ഒരു കരുത്തനാക്കി മാറ്റും. അവിടെ നിന്നാണ് ശരിക്കുള്ള ജീവിതം തുടങ്ങുന്നത്. സുഹൃത്തുക്കളെ, ഒരു കാര്യം എപ്പോഴും ഓർത്തുവെച്ചോ, നമ്മുടെ മനസ്സ് നമ്മുടെ ഏറ്റവും വലിയ കൂട്ടുകാരനാണ്, അതേസമയം തന്നെ ഏറ്റവും വലിയ ശത്രുവും അവനാണ്. മനസ്സ് നമ്മുടെ കയ്യിലാണെങ്കിൽ അത് നമ്മളെ വിജയത്തിലേക്കും സമാധാനത്തിലേക്കുമൊക്കെ കൊണ്ടുപോകും. പക്ഷേ മനസ്സ് നമ്മുടെ കൈവിട്ടുപോയാലോ, തോൽവിയും സങ്കടവും വെപ്രാളവുമൊക്കെയായി നമ്മളങ്ങോട്ട് തകർന്നുപോകും. ചോദ്യം ഇത്രയുള്ളൂ, നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ യജമാനനാകണോ അതോ അതിന്റെ അടിമയാകണോ? സുഹൃത്തുക്കളെ, ഒന്ന് നിന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ കൂട്ട് ആരാണ്? വീട്ടുകാരാണോ, കൂട്ടുകാരാണോ, അതോ കയ്യിലുള്ള പണമാണോ? ഒന്നുമല്ല. നിങ്ങളുടെ ഏറ്റവും വലിയ കൂട്ടുകാരനും ശത്രുവും നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതാണ് നിങ്ങളുടെ മനസ്സ്. അതേ ചിലപ്പോൾ നിങ്ങളെ വാനോളം ഉയർത്തുന്നതും വേറെ ചിലപ്പോൾ നിങ്ങളെ ഇരുട്ടുകുഴിയിലേക്ക് തള്ളിയിടുന്നതും ഇതേ മനസ്സ് തന്നെയാണ്. മനസ്സ് നിങ്ങളുടെ വാക്കിന് വഴങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നത് മാത്രമാണ് ഇതിലെ വ്യത്യാസം.
മനസ്സ് പറയുന്നത് നമ്മൾ കേൾക്കുന്നതിനു പകരം നമ്മൾ പറയുന്നത് മനസ്സ് കേൾക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ആഗ്രഹിച്ച് എവിടെയും എത്താൻ പറ്റും. വിജയവും സമാധാനവുമൊക്കെ തനിയെ നിങ്ങളെ തേടി വന്നോളും. പക്ഷെ മനസ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോയാലോ? സങ്കടവും തളർച്ചയുമൊന്നും നിങ്ങളെ വിട്ടുപിടിക്കില്ല. പലപ്പോഴും നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടാകും, ഇന്നു മുതൽ ഞാൻ കഠിനാധ്വാനം ചെയ്യും, ചീത്ത ശീലങ്ങളൊക്കെ നിർത്തും, പഠനത്തിൽ ശ്രദ്ധിക്കും എന്നൊക്കെ. പക്ഷേ അടുത്ത ദിവസം നോക്കുമ്പോൾ ഇതേ മനസ്സ് നിങ്ങളെ പതുക്കെ വശീകരിക്കും. ഇന്ന് ഒരു ദിവസം കൂടി വിശ്രമിക്കാം, ബാക്കിയൊക്കെ നാളെ മുതൽ തുടങ്ങാമെന്ന്. സത്യം പറഞ്ഞാൽ ഇതാണ് ശരിക്കുള്ള യുദ്ധം. പുറത്തുള്ള പോരാട്ടങ്ങൾ ജയിക്കുന്നതിനേക്കാൾ എത്രയോ പാടാണ് സ്വന്തം മനസ്സിനെ ജയിക്കാൻ. ഈ പോരാട്ടത്തിൽ ആരാണോ ജയിക്കുന്നത് അവനാണ് ശരിക്കുള്ള ഹീറോ. നമുക്കൊരു കുഞ്ഞു ഉദാഹരണം നോക്കാം. ഒരേ സാഹചര്യത്തിൽ കഴിയുന്ന 2 പയ്യന്മാർ. 2 പേർക്കും പഠിക്കാൻ ഒരേ സമയവും സൗകര്യങ്ങളുമുണ്ട്. അതിൽ ഒരാൾ മനസ്സിനെ അങ്ങോട്ട് കടുപ്പിച്ചു പിടിച്ചു, ദിവസവും കഷ്ടപ്പെട്ടു, നല്ല അച്ചടക്കത്തോടെ മുന്നോട്ടുപോയി. എന്നാൽ രണ്ടാമൻ മനസ്സിന്റെ ഓരോ മോഹങ്ങളിൽ വീണുപോയി. മൊബൈൽ ഫോണും മടിയും ഒക്കെയായി അവൻ അങ്ങോട്ട് നടന്നു. കൊല്ലം അവസാനം ഫലം വന്നപ്പോൾ ഒന്നാമൻ വലിയ വിജയം നേടി, എല്ലാവർക്കും അഭിമാനമായി. രണ്ടാമൻ തോറ്റുപോയി സങ്കടപ്പെട്ടിരുന്നു. ഇവിടെ രണ്ടാമന്റെ കുഴപ്പമെന്തായിരുന്നു? ഒന്നാമൻ മനസ്സിന്റെ യജമാനനായിരുന്നു, എന്നാൽ രണ്ടാമൻ മനസ്സിന്റെ അടിമയായിപ്പോയി. അതുകൊണ്ടാണ് പറയുന്നത്, മനുഷ്യന്റെ ഏറ്റവും വലിയ കൂട്ടുകാരനും ശത്രുവും അവൻ തന്നെയാണ് എന്നു. മനസ്സിനെ കൂട്ടുകാരനാക്കിയാൽ ജീവിതം പൂത്തുലയും, ശത്രുവാക്കിയാൽ ഈ മനസ്സ് നിങ്ങളെ കത്തുന്ന കനലിൽ കൊണ്ടിരുത്തും. ഇനി എങ്ങനെ ഈ മനസ്സിനെ നമ്മുടെ കൂട്ടുകാരനാക്കാം? എങ്ങനെ അതിനെ വരുതിയിലാക്കാം? ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ചിന്തകളെ ഒന്ന് ശ്രദ്ധിക്കുക. മനസ്സ് ഓരോ സെക്കൻഡിലും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും. മോശം ചിന്തകൾ വരുമ്പോൾ തന്നെ അതിനെ തിരിച്ചറിയണം. നിന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന് മനസ്സ് പറയുമ്പോൾ, ഞാൻ വിചാരിച്ചാൽ ഇത് നടക്കും എന്നങ്ങോട്ട് തിരിച്ചു പറയണം. അപ്പോൾ മനസ്സ് പതുക്കെ പഠിച്ചു തുടങ്ങും ആരാണ് ബോസ് എന്ന്. രണ്ടാമത്തെ കാര്യം, അച്ചടക്കം ഒരു ശീലമാക്കുക. മനസ്സിന് എപ്പോഴും സുഖമായിരിക്കാനാണ് ഇഷ്ടം. പക്ഷേ ഓരോ തവണ നിങ്ങൾ അച്ചടക്കം പാലിക്കുമ്പോഴും നിങ്ങൾ മനസ്സിന് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്, നീ എന്റെ വേലക്കാരനാണ് എന്ന്. രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതായാലും വ്യായാമം ചെയ്യുന്നതായാലും ജോലി കൃത്യസമയത്ത് തീർക്കുന്നതായാലും ഇത്തരം ചെറിയ ചെറിയ അച്ചടക്കങ്ങളാണ് മനസ്സിനെ പൂട്ടാനുള്ള താക്കോൽ. മൂന്നാമത്തെ കാര്യം, മനസ്സിന് കൃത്യമായ ഒരു വഴി കാണിച്ചു കൊടുക്കുക. നിങ്ങൾ അതിനെ വെറുതെ വിട്ടാൽ അത് നിങ്ങളെ വഴിതെറ്റിക്കും. പക്ഷെ ഒരു ലക്ഷ്യത്തിലേക്ക് അതിനെ തിരിച്ചുവിട്ടാൽ ഇതേ മനസ്സ് രാത്രിയും പകലുമില്ലാതെ നിങ്ങളെ ആ ലക്ഷ്യത്തിലെത്തിക്കാൻ സഹായിക്കും. അഴിച്ചുവിട്ട കുതിരയെപ്പോലെ മനസ്സിനെ അലഞ്ഞുതിരിയാൻ വിടരുത്, അതിനെ ലക്ഷ്യത്തിലേക്ക് നയിക്കണം. പക്ഷേ ആ കുതിരയുടെ കടിഞ്ഞാൺ നിങ്ങളുടെ കയ്യിലാണെങ്കിൽ ഇതേ കുതിര തന്നെ നിങ്ങളെ യുദ്ധത്തിൽ ജയിപ്പിക്കും. സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. മനസ്സ് നിങ്ങളുടെ കയ്യിലാണെങ്കിൽ നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനേക്കാൾ വലിയ ധനികനാണ്. കാരണം നിങ്ങളുടെ കയ്യിൽ സമാധാനമെന്ന വലിയ നിധിയുണ്ട്. മനസ്സ് നിങ്ങളുടെ വാക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ പുലിയേക്കാൾ കരുത്തനാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളെത്തന്നെ നിയന്ത്രിക്കാനറിയാം. അല്ലാതെ മനസ്സ് കൈവിട്ടുപോയ അവസ്ഥയിലാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എത്ര കോടികളുണ്ടായിട്ടും ഒരു കാര്യവുമില്ല. ഉള്ളുകൊണ്ട് നിങ്ങൾ വെറും പിച്ചക്കാരനായി തന്നെ ഇരിക്കേണ്ടിവരും. അതുകൊണ്ട് ശരിക്കുള്ള ചോദ്യം, പുറത്തുള്ളവരിൽ ആരാണ് കൂട്ടുകാരൻ എന്നതോ ആരാണ് ശത്രു എന്നതോ ഒന്നുമല്ല. മറിച്ച് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഈ മനസ്സ് നിങ്ങൾക്കൊപ്പമാണോ അതോ നിങ്ങൾക്ക് പാരയാണോ എന്നതാണ്. മനസ്സ് കൂടെയുണ്ടെങ്കിൽ ആർക്കും നിങ്ങളെ വീഴ്ത്താൻ കഴിയില്ല. പക്ഷേ അതിന് നിങ്ങളോട് കലിപ്പാണെങ്കിൽ പിന്നെ ആര് വിചാരിച്ചാലും നിങ്ങളെ രക്ഷിക്കാനും കഴിയില്ല. ഇന്നു മുതൽ അങ്ങോട്ടുറപ്പിക്കുക, ഈ മനസ്സിനെ നിങ്ങളുടെ ഏറ്റവും വലിയ ചങ്ങാതിയാക്കി മാറ്റുമെന്ന്. നമ്മൾ പറയുന്നത് കേൾക്കാൻ മനസ്സിനെ അങ്ങോട്ട് ശീലിപ്പിക്കണം. ഓരോ ദിവസം ഉറക്കമുണരുമ്പോഴും സ്വയം പറയണം, ഞാനാണ് ബോസ്, മനസ്സ് എന്റെ വാക്ക് കേൾക്കുന്ന വെറുമൊരു സേവകൻ മാത്രമാണ് എന്ന്. പതുക്കെ പതുക്കെ മനസ്സ് നിങ്ങളുടെ ഉറ്റ തോഴനായി മാറുന്നത് കാണാം. ഏതൊരു കഷ്ടപ്പാടിലും നിങ്ങൾക്ക് കരുത്തു നൽകാനും പ്രതിസന്ധികളിൽ ധൈര്യം പകരാനും തോൽവികളെ വിജയമാക്കി മാറ്റാനും ഈ ഒരു ചങ്ങാതി മതി. സുഹൃത്തുക്കളെ, ഒന്ന് ഓർത്തുവെച്ചോ, മനസ്സ് തന്നെയാണ് നരകവും മനസ്സ് തന്നെയാണ് സ്വർഗവും. നിങ്ങൾ അതിനെ കൂട്ടുകാരനാക്കിയോ അതോ ശത്രുവാക്കിയോ എന്നത് മാത്രമാണ് വ്യത്യാസം. ഈ ഒരു രഹസ്യം തിരിച്ചറിയുന്നവനാണ് ജീവിതത്തിൽ ശരിക്കും ജയിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇന്ന് എനിക്ക് പഠിക്കണം, നാളെ മുതൽ നേരത്തെ എഴുന്നേൽക്കണം, ഇന്ന് ആരോടും ദേഷ്യപ്പെടില്ല എന്നൊക്കെ നിങ്ങൾ കരുതും. പക്ഷെ അപ്പോൾ മനസ്സ് പതുക്കെ വന്ന് ചെവിയിൽ പറയും, വേണ്ടടാ, ആദ്യം കുറച്ചുനേരം മൊബൈൽ നോക്കാം, അല്പം കൂടി ഒന്ന് ഉറങ്ങാം, ഇല്ലെങ്കിൽ ഒന്നുകൂടി വഴക്കിടാമെന്ന്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സ് നമ്മളെത്തന്നെ ഓരോ തവണയും തോൽപ്പിക്കുന്നത്? ഇതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. മനസ്സിനെ മെരുക്കുക എന്നത് അത്ര വലിയ പാടുള്ള കാര്യമാണോ? സത്യം പറഞ്ഞാൽ സുഹൃത്തുക്കളെ, മനസ്സിനെ അടക്കി നിർത്തുക എന്നത് അത്ര എളുപ്പമൊന്നുമല്ല, പക്ഷേ അസാധ്യവുമല്ല. എന്തുകൊണ്ടാണ് ഇത് ഇത്ര ബുദ്ധിമുട്ടാകുന്നത്? കാരണം നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് കുറെ ശീലങ്ങളും ആഗ്രഹങ്ങളും പിന്നെ ഇങ്ങനെ അലഞ്ഞുതിരിയുന്ന കുറെ ചിന്തകളുമൊക്കെ ചേർന്നതാണ്.
കൊല്ലങ്ങളായി നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ശീലിച്ചു പോന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കൈ തനിയെ മൊബൈലിലേക്ക് പോകുന്നത് കണ്ടിട്ടില്ലേ? ആലോചിച്ച് നിൽക്കാതെ തന്നെ ദേഷ്യം വരുന്നത് കണ്ടിട്ടില്ലേ? ഇതൊന്നും നമ്മൾ ബോധപൂർവം തീരുമാനിക്കുന്നതല്ല, മറിച്ച് മനസ്സിനെ തടവിലാക്കിയിരിക്കുന്ന നമ്മുടെ പഴയ ശീലങ്ങളാണ്. പിന്നെ ഈ ആഗ്രഹങ്ങൾ. അവനും മനസ്സിനെ സമാധാനമായിരിക്കാൻ സമ്മതിക്കില്ല. മനസ്സ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്ക് അത് വേണം, ഇത് വേണം എന്ന്. ഇതിന് ഒരവസാനവുമില്ല. ഒന്ന് കിട്ടിക്കഴിയുമ്പോൾ ഉടനെ അടുത്തതിന്റെ പുറകെ പാച്ചിലായി. മനസ്സിന്റെ ഈ വെപ്രാളം നമ്മളെ ഒരിക്കലും തൃപ്തരാകാൻ സമ്മതിക്കില്ല. അവസാനം നമ്മൾ മനസ്സിനെ ഭരിക്കുന്നതിനു പകരം മനസ്സ് നമ്മളെ ഭരിക്കാൻ തുടങ്ങും. ഇതൊക്കെ കൂടാതെയാണ് ഈ ചിന്തകൾ. ശാസ്ത്രജ്ഞർ പറയുന്നത് ഒരു മനുഷ്യന്റെ തലച്ചോറിൽ ഓരോ ദിവസവും 10,000-കണക്കിന് ചിന്തകളാണ് വരുന്നത് എന്നാണ്. ഇതിലെത്രയെണ്ണം നമുക്ക് ഉപകാരമുള്ളതാണ്? വെറും കുറച്ചു മാത്രം. ബാക്കിയുള്ളതൊക്കെ കഴിഞ്ഞുപോയ സങ്കടങ്ങളോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന നാളെയെക്കുറിച്ചുള്ള വെറുതെയുള്ള ആധിയോയാണ്. ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ ഊർജ്ജം മുഴുവൻ അങ്ങോട്ട് വലിച്ചെടുക്കും, നമ്മുടെ ശ്രദ്ധ നശിപ്പിക്കുകയും നമ്മളെ നമ്മളിൽ നിന്ന് തന്നെ അകറ്റുകയും ചെയ്യും. പക്ഷേ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതൊക്കെ കുറച്ച് കടുപ്പമാണെങ്കിലും നടക്കാത്ത കാര്യമല്ല. മനസ്സിനെ ജയിക്കുന്നവനാണ് ജീവിതം ജയിക്കുന്നത്. നമുക്കൊരു കഥ കേട്ടാലോ? ഒരിക്കൽ ഒരു ഗുരു പുഴയോരത്ത് ധ്യാനിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു ശിഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഗുരുവേ, എനിക്ക് ധ്യാനിക്കാൻ പറ്റുന്നില്ല. എന്റെ മനസ്സ് വീണ്ടും വീണ്ടും ഓടിപ്പോകുന്നു. ചിലപ്പോൾ ഭക്ഷണത്തെക്കുറിച്ച് ഓർക്കും, ചിലപ്പോൾ വീടിനെക്കുറിച്ച്, ചിലപ്പോൾ ഭാവിയെക്കുറിച്ച്. ഞാൻ തോറ്റുപോയി ഗുരുവേ. ഗുരു ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു, എടാ, നീ പണ്ട് നടക്കാൻ പഠിച്ച സമയത്ത് ആദ്യത്തെ തവണ തന്നെ ഓടിയാണോ തുടങ്ങിയത്? അല്ലല്ലോ. നീ എത്ര വട്ടം വീണു, എന്നിട്ട് പിന്നെയും എഴുന്നേറ്റില്ലേ? വീണ്ടും വീണു, പിന്നെയും എഴുന്നേറ്റു. പക്ഷെ ഇന്ന് നീ അതൊന്നും ആലോചിക്കാതെ തന്നെ ഓടുന്നുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ മനസ്സും. തുടക്കത്തിൽ അത് അങ്ങോട്ടുമിങ്ങോട്ടൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. പക്ഷേ ഓരോ വട്ടം വീഴുമ്പോഴും നീ വിട്ടുകൊടുക്കാതെ വീണ്ടും എഴുന്നേൽക്കുകയാണെങ്കിൽ ഒടുവിൽ ഒരു ദിവസം വരും. അന്ന് ഈ മനസ്സ് നിന്റെ വാക്ക് കേട്ടു തുടങ്ങും. ഇതാണ് ഇതിന്റെ ഒരടിസ്ഥാന രഹസ്യം. സുഹൃത്തുക്കളെ, മനസ്സിനെ ഒന്ന് വരുതിയിലാക്കാൻ കുറച്ച് കടുപ്പമാണെന്നൊക്കെ ഉള്ളത് സത്യം തന്നെ. പക്ഷേ നടക്കാത്ത കാര്യമാണെന്ന് ആരും വിചാരിക്കണ്ട. ആകെ വേണ്ടത് 3 കാര്യങ്ങളാണ്. കുറച്ച് ക്ഷമ, എപ്പോഴും ഒരു ഉണർവ്, പിന്നെ നിർത്താതെയുള്ള ഈ പരിശീലനം. മനസ്സിങ്ങനെ അലഞ്ഞു തിരിഞ്ഞു ഓടുമ്പോൾ അതിനെ പിടിച്ചുകെട്ടാൻ അങ്ങോട്ട് നോക്കണ്ട, പകരം അതൊന്ന് വെറുതെ നോക്കി നിന്നാൽ മതി. പിടിച്ചു നിർത്താനുള്ള ഈ വെപ്രാളമൊക്കെ അങ്ങോട്ട് നിർത്തിയിട്ട് നീ വെറുമൊരു കാഴ്ചക്കാരനായാൽ മതി. അപ്പോൾ കാണാം ഈ മനസ്സ് പതുക്കെ ഒന്ന് ശാന്തമാകുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കിയേ, നിന്റെ മനസ്സിനെ നിന്റെ കയ്യിലാക്കാൻ നിനക്ക് കഴിഞ്ഞാൽ പിന്നെ പകുതി പ്രശ്നങ്ങളും തീർന്നില്ലേ? ദേഷ്യം നിന്റെ തലയ്ക്ക് പിടിക്കില്ല, പകരം എപ്പോൾ ദേഷ്യപ്പെടണം വേണ്ട എന്ന് നീ അങ്ങോട്ട് തീരുമാനിക്കും. മടി നിന്റെ സ്വപ്നങ്ങളെയൊന്നും തിന്നു തീർക്കില്ല, കാരണം നീ തന്നെ മനസ്സിനോട് അങ്ങോട്ട് ആജ്ഞാപിക്കും, എടാ എഴുന്നേറ്റ് പണി നോക്ക് എന്ന്. ചീത്ത ശീലങ്ങളൊന്നും നിന്നെ വലിച്ചു താഴെയിടില്ല, കാരണം മനസ്സ് നിന്റെ വേലക്കാരനാണെന്നും യജമാനനല്ലെന്നും നീ അപ്പോഴേക്കും അങ്ങോട്ട് തിരിച്ചറിഞ്ഞു കാണും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മനസ്സിനെ മെരുക്കാൻ പറ്റൂലെന്ന് ഇന്നുവരെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് വിട്ടേക്ക്. പണി കുറച്ച് പാടാണ്, പക്ഷെ നടക്കാത്തതൊന്നുമല്ല. ഓരോ ദിവസവും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. ഓരോ തവണ മനസ്സ് വഴിതെറ്റിപ്പോകുമ്പോഴും അതിനെ പതുക്കെ ഒന്ന് തിരിച്ചു വിളിക്കണം. ഓരോ ആഗ്രഹങ്ങൾ വന്ന് നിന്നെ വശീകരിക്കുമ്പോൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്ക്, ഇതെനിക്ക് ശരിക്കും വേണോ? പഴയ ശീലങ്ങൾ നിന്നെ തടയാൻ നോക്കുമ്പോൾ അപ്പോൾ തന്നെ ഓർത്തോ, ഞാൻ എന്റെ മനസ്സിനെ ഒന്ന് കീഴടക്കിയാൽ ഈ ലോകം എന്റെ കയ്യിലിരിക്കുമെന്ന്. സ്വന്തം മനസ്സിനെ ജയിക്കാൻ അറിയുന്നവന് പിന്നെ ഏത് യുദ്ധമായാലും ജയിക്കാൻ വലിയ പാടില്ല. പക്ഷേ സ്വന്തം മനസ്സിനോട് തോറ്റുപോയാലോ? അതിനേക്കാൾ വലിയൊരു തോൽവി വേറെയുണ്ടാവില്ല. അതുകൊണ്ട് ചങ്ങാതിമാരെ, ചോദ്യം ഇതൊന്നുമല്ല, മനസ്സിനെ മാറ്റാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട് എന്നല്ല നമ്മൾ ആലോചിക്കേണ്ടത്. മറിച്ച് ഈ കടുപ്പമേറിയ വഴിയിലൂടെ നടക്കാൻ നീ തയ്യാറാണോ എന്നതാണ് ശരിക്കുള്ള ചോദ്യം. കാരണം ഒരിക്കൽ നീ നിന്റെ മനസ്സിനെ നിന്റെ വഴിക്കൊന്നാക്കിയാൽ സത്യമായിട്ടും നീ ആഗ്രഹിക്കുന്നതെന്തും നിനക്ക് കിട്ടിയിരിക്കും. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഈ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു രഹസ്യം ഞാൻ പറഞ്ഞു തരട്ടെ. നിന്റെ ചിന്തകൾ എങ്ങനെയോ അങ്ങനെയേ നിന്റെ ലോകവും ഇരിക്കൂ. നീ എന്തു ചിന്തിക്കുന്നോ അതുപോലെയാകും നിന്റെ ജീവിതം. നിന്റെ ചിന്തകൾക്കൊരു ബലവുമില്ലെങ്കിൽ ജീവിതവും ആകെ തകർന്നുപോകും. പക്ഷേ ചിന്തകൾ നല്ല കരുത്തുള്ളതാണെങ്കിൽ ജീവിതവും ഉഷാറാകും. നീ ചിന്തിക്കുന്നതുപോലെ നിന്റെ ജീവിതം അത്രയേ ഉള്ളൂ കാര്യം. ഒന്ന് നോക്കിയേ, ഒരേ സാഹചര്യത്തിൽ പെട്ടുപോയ രണ്ടുപേർ എങ്ങനെയാണ് രണ്ടു തരത്തിൽ ജീവിക്കുന്നത്? ചിലരെ ആ സാഹചര്യങ്ങൾ അങ്ങോട്ട് തകർത്തുകളയും. പക്ഷെ വേറെ ചിലരുണ്ട്, അവർ അതേ കഷ്ടപ്പാടിൽ നിന്നൊക്കെ ഊർജ്ജമെടുത്ത് കൂടുതൽ കരുത്തരായിട്ട് വരും. എവിടെയാണ് ഇതിന്റെ വ്യത്യാസം? അവരുടെ ആ ചിന്തകളിലാണ് കളിയിരിക്കുന്നത്. ഒരാൾ വിചാരിക്കും, ഞാൻ തീർന്നു, ഇനി എനിക്ക് രക്ഷയില്ല എന്ന്. മറ്റേയാൾ വിചാരിക്കും, ഈ പണി എന്നെ കൂടുതൽ ഉഷാറാക്കും, ഞാനിതിൽ ജയിച്ചു കാണിക്കുമെന്ന്. ഫലം അവർ വിചാരിച്ചതുപോലെ തന്നെ കിട്ടും. ചിന്തകളൊക്കെ വിത്തുകൾ പോലെയാണ്, ജീവിതം അതിന്റെ ഫലവും.
ആ പഴയ രാജാവിന്റെ കഥയൊന്നോർത്താൽ മതി. രാജാവും സൈനികരും കാട്ടിലൂടെ നടക്കുമ്പോൾ മഴ പെയ്തു. സൈനികരൊക്കെ പേടിച്ച് അങ്ങോട്ട് ഓട്ടി എവിടെയെങ്കിലും ഒളിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ രാജാവ് മാത്രം ചിരിച്ചുകൊണ്ട് ഒരിടത്ത് ശാന്തനായിരുന്നു. എന്നിട്ട് പറഞ്ഞു, മഴ പെയ്യുന്നത് നമ്മളെ നനയ്ക്കാനാണ്. പക്ഷേ ആ മഴ നനഞ്ഞ് സങ്കടപ്പെടണോ അതോ സന്തോഷിക്കണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ലേ? കണ്ടോ, സാഹചര്യം ഒന്നാണ്, പക്ഷേ നമ്മുടെ ചിന്തയാണ് എല്ലാ മാറ്റവും കൊണ്ടുവരുന്നത്. നിന്റെ ചിന്തകളെ ഒരിടത്ത് ഉറപ്പിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ അസാധ്യമായതൊക്കെ നിന്റെ മുന്നിൽ സാധ്യമാകും. ഒരേ സ്ഥലത്ത് തന്നെ ആ വെള്ളത്തുള്ളി വീണ്ടും വീണ്ടും വീണുകൊണ്ടിരുന്നാൽ ഉറപ്പുള്ള പാറയിൽ പോലും തുള വീഴും. ഒന്ന് ആലോചിച്ചു നോക്കിയേ, നിന്റെ മനസ്സ് ഒരേയൊരു കാര്യത്തിൽ മാത്രം ഉറച്ചുനിന്ന് പണിയെടുത്താൽ നിനക്ക് കിട്ടാത്തതായി ഈ ലോകത്തെന്തുണ്ട്? പക്ഷെ നമ്മുടെയൊക്കെ കുഴപ്പമെന്താണെന്നോ? ഈ മനസ്സ് ഒരിടത്തും അടങ്ങിയിരിക്കില്ല. അതിപ്പോൾ ഇവിടെയാണെങ്കിൽ അടുത്ത സെക്കൻഡിൽ എവിടെയെങ്കിലുമായിരിക്കും. ചിലപ്പോൾ പഴയ കാര്യങ്ങൾ ഓർത്തുള്ള സങ്കടം, അല്ലെങ്കിൽ വരാനിരിക്കുന്നതിനെ ഓർത്തുള്ള പേടി. ഈ അലഞ്ഞുതിരിയലുണ്ടല്ലോ, അതാണ് നമ്മുടെ കരുത്ത് ചോർത്തിക്കളയുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയായി ഈ ചിന്തകളെ ഒരിടത്തു തന്നെ പിടിച്ചു നിർത്തുക? അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിന് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിൽ വരുന്ന ഈ വെറുതെയുള്ള വേണ്ടാത്ത ചിന്തകളെ തിരിച്ചറിയുക എന്നതാണ്. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് മനസ്സ് എപ്പോഴും വന്ന് ചെവിയിൽ പറയും. അപ്പോൾ തന്നെ അതിനെ തിരുത്തി പറയണം, ഞാൻ ഉറപ്പിച്ചാൽ ഇത് നടക്കും എന്ന്. രണ്ടാമത്തെ കാര്യം, നിനക്ക് ശരിക്കും എന്താണ് വേണ്ടതെന്ന് നിന്റെ മനസ്സിനെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. നിന്റെ ലക്ഷ്യമെന്താണോ അത് വായകൊണ്ട് എപ്പോഴും പറയുകയോ എവിടെയെങ്കിലും എഴുതിവെക്കുകയോ ചെയ്യുക. എപ്പോഴും കണ്ണിൽപ്പെടുന്നിടത്ത് തന്നെ അത് വെക്കണം. കാരണം നമ്മുടെ മനസ്സ് എന്തിനെക്കുറിച്ചാണോ എപ്പോഴും ചിന്തിക്കുന്നത് അത് നമ്മുടെ ജീവിതമായിട്ട് മാറും. മൂന്നാമത്തെ കാര്യം, ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും ശ്രദ്ധ കൊടുക്കാൻ ശീലിക്കുക എന്നതാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഫോണിൽ നോക്കാതെ ആ ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധിക്കുക. പഠിക്കുമ്പോൾ പഠിക്കുക മാത്രം ചെയ്യുക. പണി ചെയ്യുമ്പോൾ ആ പണിയിൽ മാത്രം നോക്കുക. ഇങ്ങനെ പതുക്കെ ശീലിച്ചാൽ മതി, വലിയ കാര്യങ്ങൾ നിനക്ക് തനിയെ ചെയ്യാൻ പറ്റും. ഈ ചിന്തകൾക്കൊക്കെ ഇത്രയും സീനുണ്ടോ എന്ന് നീ ആലോചിക്കുന്നുണ്ടാകും. സത്യമായിട്ടുമുണ്ട് ചങ്ങാതി. സ്വന്തം ചിന്തകളെ മെരുക്കിയവരാണ് ഈ ലോകം തന്നെ മാറ്റിമറിച്ചിട്ടുള്ളത്. ഒരു സാധാരണക്കാരൻ എപ്പോഴും വിചാരിക്കും, ഞാൻ അത്ര വലിയ പുള്ളിയൊന്നുമല്ല എന്ന്. പക്ഷെ ഒരു വലിയ മനുഷ്യൻ ചിന്തിക്കുന്നത്, എന്റെ ഉള്ളിൽ എന്തിനേയും നേരിടാനുള്ള പവറുണ്ട് എന്നാണ്. ആ ഒരു ചിന്തയാണ് അവനെ വളർത്തുന്നത്. നീ നിന്നെ ഒരു പാവമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ലോകം മൊത്തം നിന്നെ അങ്ങനെ തന്നെ കാണും. പക്ഷെ നീ നിന്നെ ഒരു പുലിയായിട്ടാണ് കാണുന്നതെങ്കിൽ നിന്റെ പവർ ഈ ലോകം മൊത്തം കാണും. ശരിക്കുള്ള കളി നടക്കുന്നത് പുറത്തല്ല, നിന്റെ ഉള്ളിലാണ്. എനിക്കിത് ചെയ്യാൻ പറ്റും എന്ന് നീ നിന്റെ ഉള്ളോട് ഉറപ്പിച്ചു പറഞ്ഞാൽ നിനക്കുവേണ്ടി പുറത്തെ സാഹചര്യങ്ങളെല്ലാം തനിയെ ഒത്തുവരും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഓരോ ചിന്തയെയും പൊന്നുപോലെ നോക്കണം. വെറുതെ കളയരുത്. നിന്റെ വിധി മാറ്റാൻ നിന്റെ ഒരൊറ്റ ചിന്തയ്ക്ക് പവറുണ്ട്. നിന്റെ ചിന്തകൾ ചെറുതായാൽ ജീവിതവും വെറും ചെറുതായി പോകും. ചിന്തകൾ വലുതായാൽ നിന്റെ ജീവിതവും വലിയ ഒന്നായി മാറും. ഇനി തീരുമാനം നിന്റെ കയ്യിലാണ്. നിന്റെ മനസ്സിനെ അലഞ്ഞുതിരിയാൻ വിട്ട് ജീവിതം കുളമാക്കണോ അതോ അതിനെയൊന്ന് വരുതിയിലാക്കി സമാധാനവും സന്തോഷവും കൊണ്ട് ജീവിതം നിറയ്ക്കണോ? ഓർത്തുവെച്ചോ, നിന്റെ ചിന്തകളാണ് നിന്റെ ലോകം.